നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാറുണ്ടല്ലേ. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് റിലേഷൻഷിപ്സാണ് സ്പൗസും ഇൻലോസും. അതിൽ സ്പൗസിനെക്കാട്ടിലും ഡീൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ഇൻലോസിനെ ഡീൽ ചെയ്യാൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ മദർ ഇൻ ലോ. ഇപ്പം നിങ്ങളുടെ സ്പൗസാണ് നാർസിസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പൗസിനെ വിട്ടുപോകാം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകും, അതോടെ നിങ്ങളുടെ പ്രശ്നം തീർന്നു. പക്ഷേ നിങ്ങളുടെ സ്പൗസ് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുമാണ്. അതേസമയം നിങ്ങളുടെ മദർ ഇൻ ലോ ഒരു നാർസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങൾക്ക് സ്പൗസിനെ വിട്ട് പോകാനും പറ്റില്ല, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു എസ്കേപ്പും ഇല്ല. പക്ഷേ നിങ്ങളത് ഹാൻഡിൽ ചെയ്യുകയും വേണം എന്നുള്ളൊരു ഇക്കട്ടായ സിറ്റുവേഷനിൽ നമ്മൾ വന്ന് നിൽക്കും അല്ലേ. ഈ നാർസിസ്റ്റായ ആളുകളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന രണ്ട് സ്വഭാവങ്ങളാണ്. അവർ വിക്ടിം പ്ലേയും കളിക്കും, പിന്നെ ഭയങ്കര മാനിപ്പുലേറ്റേഴ്സും ആയിരിക്കും. അപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ല. അപ്പോൾ നമ്മൾ അവർ വിശ്വസിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടും തോറും നമുക്ക് നമ്മളോടുള്ള കോൺഫിഡൻസും പോവും.